കേസെടുക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് വീണ്ടും വർഗീയ പ്രസ്താവനയുമായി ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് കരുതുന്ന തലമുറയെ മുസ്ലിം സമൂഹം വളർത്തിക്കൊണ്ടുവരുന്നു. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഇവിടെ ജീവിക്കുന്നത് ശരിയല്ല. ക്രിക്കറ്റ് മാച്ചിൽ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ചിലർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു. ഇതിന്റെ പേരിൽ പിണറായി ഒരു കേസ് കൂടിയെടുത്താലും തനിക്ക് പ്രശ്നമില്ലെന്നും കോടതിയിൽ തീർത്തോളാമെന്നും പി.സി. ജോർജ് പറഞ്ഞു. ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല, മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല. ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക. എനിക്കൊരു മടിയിൽ ഞാനിങ്ങനെ എൻ്റെ ദൈവമേ ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് പ്രാർത്ഥിച്ച് ഞാൻ നോക്കിയിരിക്കും. നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ല. പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹ് സഹിക്കുന്നില്ല. അതിനാ മര്യാദയാ? ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴല്ലേ അവൻ ദുഃഖിക്കേണ്ടത്. അതിന് പകരം പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റ ഒരുത്തനും ഈ ഭാരതത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസ് കൂടെ എൻ്റെ പേരിൽ എടുക്കാം. ഇപ്പോൾ 10-12 ഉണ്ട്. എനിക്കൊരു വിരോധമില്ല. ഞാൻ വളരെ പച്ചയ്ക്കെതിരെ പറയുകയാണ്. എൻ്റെ അഭിപ്രായം ഇതാണ്. കേസെടുത്തു, ഞാൻ കോടതി പോയി തീർത്തോളാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ആഷിഖ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. ആഷിഖ്, മുൻപെടുത്ത കേസിൽ തന്നെ രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്നൊക്കെ വന്നതാണ്. പക്ഷേ വീണ്ടും നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണോ പി.സി. ജോർജ്? തീർച്ചയായും ദിവ്യ, ആ നിലയിലുള്ള ഒരു പരാമർശമാണ് പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. ഇടുക്കി തൊടുപുഴയിൽ HRDSന്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണ് ഉദ്ഘാടകനായി പി.സി. ജോർജ് എത്തിയത്. ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ പല വിവാദ പരാമർശങ്ങളോടെയായിരുന്നു പി.സി. ജോർജ് പ്രസംഗം തുടങ്ങിയത്. അടിയന്തരാവസ്ഥയുടെ ഉത്തരവാദി നെഹ്റുവാണ് എന്നടക്കമുള്ള പരാമർശങ്ങളിൽ നിന്ന് ആരംഭിച്ച പ്രസംഗം ഏറ്റവും ഒടുവിൽ കടുത്ത വർഗീയ പരാമർശങ്ങളിലേക്ക് ചെന്നെത്തുകയായിരുന്നു. ഇവിടെ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾ ജീവിക്കേണ്ട എന്ന നിലപാടുള്ള ഒരു തലമുറയെ മുസ്ലിം സമൂഹം വളർത്തിയെടുക്കുന്നത് ശരിയാണോ എന്ന് അവർ ആലോചിക്കണം എന്ന് പരാമർശിച്ച പി.സി. ജോർജ്. കൂടാതെ ഇവിടെ ചിലർക്ക് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ ചിലർ ആശങ്കപ്പെടുന്നു, ചിലർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു എന്നടക്കമുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. ഇന്ത്യയുടെ പേര് ഭാരതം എന്നാണ്, ഇന്ത്യ എന്ന പേര് സായിപ്പിട്ടതാണ്, അത് ഒഴിവാക്കണം എന്ന അടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം ഇതിന്റെ പേരിൽ തനിക്കെതിരെ തന്നെ ആരും ഭീഷണിപ്പെടുത്താൻ വരണ്ട, തന്നെ ആരെങ്കിലും തനിക്കെതിരെ കേസെടുക്കുവാണെങ്കിൽ തനിക്കൊന്നുമില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ നടത്തി. പിണറായിയുടെ പോലീസ് തനിക്കെതിരെ ഇനി ഒരുപക്ഷെ കേസെടുത്തേക്കാം, മുൻപെടുത്തതുപോലെ ഒരു കേസായി മാത്രമേ താൻ അതിനെ പരിഗണിക്കുകയുള്ളൂ എന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറയുകയായിരുന്നു പി.സി. ജോർജ്. ഈ പ്രസംഗത്തിന് ശേഷം വേദിയിൽ നിന്ന് താഴെ ഇറങ്ങുകയും പി.സി. ജോർജ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെയും വീണ്ടും അതേ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ അടക്കം വർഗീയമായ വിഷമമിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഇത്തരം പരാമർശങ്ങൾ പറയുന്നത് തനിക്കൊരു ഭയവുമില്ല. മുൻപെടുത്തിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത നടപടികളെ കുറിച്ച് വിശദീകരിച്ച താൻ അതിന്റെ മേലെ ഒരു നടപടി എന്നുള്ളത് മാത്രമേ കണക്കാക്കുകയുള്ളൂ എന്ന് വെല്ലുവിളിക്കുക തന്നെയായിരുന്നു പി.സി. ജോർജ് ഈ ഘട്ടത്തിൽ നടത്തിയത്. ഏതായാലും അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട RSS അനുകൂല സംഘടന എന്ന് പറയാവുന്ന HRDSന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പരിപാടിയിലാണ് പി.സി. ജോർജ് ഈ വർഗീയ പരാമർശങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. വിദ്വേഷ പരാമർശം ആവർത്തിക്കുകയാണ് പി.സി. ജോർജ്. ആഷിഖ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.